കർക്കടക രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ഉൾപ്രേരണകൾ വലിയൊരു ശക്തിയായി മാറും. ഗ്രഹനിലകളിൽ വരുന്ന മാറ്റങ്ങൾ ആത്മീയവും വ്യക്തിപരവുമായ വലിയ വളർച്ചയ്ക്ക് വഴിതെളിക്കും. നിങ്ങളുടെ അധിപനായ ചന്ദ്രൻ സേവന മനോഭാവമുള്ള സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പ്രായോഗിക കാര്യങ്ങളും വികാരങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുക, അത് നിങ്ങളെ ശരിയായ വഴിയിൽ നയിക്കും. തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും അല്പം ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ബുധന്റെ വക്രഗതിയും 8ാം ഭാവത്തിലെ ചൊവ്വയുടെയും രാഹുവിന്റെയും സാന്നിധ്യവും കാരണം സാമ്പത്തിക ഇടപാടുകളും രേഖകളും 2 തവണ പരിശോധിക്കുന്നത് നന്നായിരിക്കും. പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിനേക്കാൾ പഴയവ വിലയിരുത്താൻ ഈ സമയം ഉപയോഗിക്കുക. അപ്രതീക്ഷിത ചിലവുകളോ കാലതാമസമോ ഉണ്ടായേക്കാം. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രന്റെ സ്വാധീനം മൂലം മുതിർന്നവരുടെ സഹായമോ അപ്രതീക്ഷിത ഭാഗ്യമോ നിങ്ങളെ തേടിയെത്തും. ക്ഷമയോടെ കാത്തിരിക്കുക. ഈ തടസ്സങ്ങൾ മികച്ചൊരു പാതയിലേക്കുള്ള വഴികാട്ടികളാണ്. കുടുംബത്തിലും പ്രണയത്തിലും ഈ ആഴ്ച വളരെ സന്തോഷകരമായിരിക്കും. ശുക്രന്റെ ഉച്ചസ്ഥിതി ബന്ധങ്ങളിൽ ഐക്യവും സ്നേഹവും നിറയ്ക്കും. പ്രിയപ്പെട്ടവരുമായി യാത്രകൾക്ക് ഇത് നല്ല സമയമാണ്. എങ്കിലും ബുധന്റെ വക്രഗതിയുള്ളതിനാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക. പഴയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാതെ പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഈ ആഴ്ച പ്രാധാന്യം നൽകണം. ഗ്രഹനിലകൾ കാരണം ചെറിയ അസ്വസ്ഥതകളോ ഉത്കണ്ഠയോ തോന്നിയേക്കാം. ദഹനസംബന്ധമായ കാര്യങ്ങളിലും ധാരാളം വെള്ളം കുടിക്കുന്നതിലും ശ്രദ്ധ വേണം. ധ്യാനം, നടത്തം, നല്ല ഉറക്കം എന്നിവ മനസ്സിന് ശാന്തി നൽകും. ജീവിതത്തിലെ ഓരോ മാറ്റവും ശരിയായ സമയത്താണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ വരുന്നതിനെ പോസിറ്റീവായി നേരിടുക. കർക്കടക രാശിക്കാർക്ക് ഈ ആഴ്ച ഐശ്വര്യപൂർണമാകട്ടെ.